പുലർച്ചെ റിക്ടർ സ്കെയിലിൽ 8.8 തീവ്രത രേഖപ്പെടുത്തിയ ഭൂകമ്പത്തിന് പിന്നാലെ വടക്കൻ പസഫിക് മേഖലയിലാണ് സുനാമി ഉണ്ടായത്. ജപ്പാൻ, അലാസ്ക, ഹവായ് എന്നിവയുൾപ്പെടെയുള്ള പസഫിക് മേഖലകളിലുടനീളം സുനാമി മുന്നറിയിപ്പുകളുണ്ട്. ഭൂകമ്പത്തിന് തൊട്ടു പിന്നാലെ റഷ്യയിലെ കൂറിൽ ദ്വീപുകളുടെയും വടക്കൻ ജപ്പാന്റെയും തീരപ്രദേശങ്ങളിലാണ് ആദ്യം ഭീമൻ തിരമാലകൾ എത്തിയത്. ഭൂകമ്പ സാധ്യതകളുടെ നീണ്ട ചരിത്രമുള്ള പ്രദേശമായ കാംചത്ക ഉപദ്വീപിനോടടുത്തായിരുന്നു ഭൂകമ്പത്തിന്റെ പ്രഭവ കേന്ദ്രം. US ജിയോളജിക്കൽ സർവേ പ്രകാരം 19.3 കിലോമീറ്റർ ആഴത്തിലും ജപ്പാന്റെ വടക്കേ അറ്റത്തുള്ള ദ്വീപായ ഹൊക്കഡൈയിൽ നിന്നും ഏകദേശം 250 കിലോമീറ്റർ അകലെയുമായിട്ടാണ് ഭൂകമ്പത്തിന്റെ പ്രഭവ കേന്ദ്രം. ഭൂകമ്പത്തെ തുടർന്ന് സുനാമി മുന്നറിയിപ്പ് സൈറണുകൾ മുഴങ്ങിയതായി വാർത്താ ഏജൻസിയായ AP റിപ്പോർട്ട് ചെയ്തു. ഹവായ്, ചിലി, ജപ്പാൻ, സോളമൻ ദ്വീപുകൾ എന്നിവിടങ്ങളിൽ 1 മുതൽ 3 മീറ്റർ വരെ ഉയരത്തിൽ തിരമാലകൾ ഉണ്ടാകാൻ സാധ്യതയുണ്ടെന്ന് പസഫിക് സുനാമി മുന്നറിയിപ്പ് കേന്ദ്രത്തിന്റെ മുന്നറിയിപ്പുണ്ട്. റഷ്യയുടെയും ഇക്വഡോറിന്റെയും ചില ഭാഗങ്ങളിൽ 3 മീറ്ററിൽ കൂടുതൽ ഉയരമുള്ള തിരമാലകൾ ആഞ്ഞടിച്ചേക്കാമെന്ന് മുന്നറിയിപ്പുണ്ട്. ഹൊക്കഡൈയുടെ കിഴക്കൻ തീരത്തുള്ള നെമുറയിൽ ഏകദേശം 30 സെന്റിമീറ്റർ ഉയരമുള്ള തിരമാലകൾ എത്തിയതായി ജപ്പാൻ കാലാവസ്ഥാ ഏജൻസി സ്ഥിരീകരിച്ചിട്ടുണ്ട്. കുറിൽ ദ്വീപുകളിലെ സെവോറോ കുറിൽസ്കോയിൽ ആദ്യ തിരമാല എത്തിയതായും റഷ്യ റിപ്പോർട്ട് ചെയ്തു. റഷ്യയിലെ ഇന്ത്യൻ പൗരന്മാർക്കുള്ള മാർഗനിർദ്ദേശങ്ങൾ ഇന്ത്യൻ കോൺസുലേറ്റ് പുറത്തിറക്കി.